ക്രിക്കറ്റ് ലോകത്ത് ചില വ്യക്തിത്വങ്ങൾ അവരുടെ നേട്ടങ്ങളിലൂടെ മാത്രം അടയാളപ്പെടുത്തപ്പെടുന്നില്ല, മറിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിനെ തന്റെ ചുമലിലേറ്റിയതിലൂടെയും കളിക്ക് പുതിയ നിർവചനം നൽകിയതിലൂടെയും അവർ എന്നും ഓർമ്മിക്കപ്പെടും. അങ്ങനെയുള്ള ഒരു ഇതിഹാസമാണ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ഗ്രെയിം സ്മിത്ത്. ജോഹന്നാസ്ബർഗിലെ സാധാരണ ചുറ്റുപാടുകളിൽ 1981 ജനിച്ച ഈ ഇടംകയ്യൻ ഓപ്പണർക്ക് ക്രിക്കറ്റ് പാരമ്പര്യമൊന്നും അവകാശപ്പെടാൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും 10-ാം വയസ്സിൽ താൻ ദക്ഷിണാഫ്രിക്കയെ നയിക്കുമെന്ന് ഡയറി കുറിപ്പിൽ എഴുതിയ ആ ദൃഢനിശ്ചയം പിന്നീട് യാഥാർത്ഥ്യമായി മാറിയപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നായകന്മാരിൽ ഒരാളായി സ്മിത്ത് മാറി. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഗ്രെയിം സ്മിത്ത് എന്ന യുവതാരം അപ്രതീക്ഷിതമായി നായകസ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. 2003 ടെസ്റ്റ് ടീം ക്യാപ്റ്റനായി സ്മിത്തിനെ നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും 22 വയസ്സും 8 ടെസ്റ്റ് മത്സരങ്ങളുടെ മാത്രം പരിചയസമ്പത്തുമായിരുന്നു ഉണ്ടായിരുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ടെസ്റ്റ് ക്യാപ്റ്റനായിരുന്നു അന്ന് സ്മിത്ത്. ടീമിൽ മുതിർന്ന താരങ്ങൾ ഉണ്ടായിരുന്നിട്ടും യുവ നായകനായ സ്മിത്തിനെ തിരഞ്ഞെടുത്തത് ഒരു ചൂതാട്ടമായി പലരും വിലയിരുത്തി. എന്നാൽ ബോർഡിന്റെ ആ തീരുമാനം ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് പുതിയ ദിശാബോധം നൽകുന്നതായിരുന്നു. ക്രിക്കറ്റ് പശ്ചാത്തലമില്ലാതെയാണ് സ്മിത്ത് കളിക്കളത്തിലേക്ക് കടന്നു വന്നതെങ്കിലും തന്റെ കഴിവ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ തെളിയിച്ചിരുന്നു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 19-ാം വയസ്സിൽ നേടിയ 187 റൺസ് അദ്ദേഹത്തെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. 21-ാം വയസ്സിൽ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചു. 2-ാം ഇന്നിംഗ്സിൽ 68 റൺസ് നേടിയ സ്മിത്ത് തന്റെ 3-ാം ടെസ്റ്റിൽ തന്നെ ഇരട്ട സെഞ്ചുറി, അതായത് 2003 ബംഗ്ലാദേശിനെതിരെയായിരുന്നു അത്. ലോക ശ്രദ്ധ അതിലൂടെ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു.